ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമായ പുതിയ ദിവസം ദൈവം ദാനമായി തന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16-ാം അധ്യായം 13-ാം വചനമായിരുന്നു. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കും. ഇതായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ച വചനം. ഇന്ന് ഒരു പുതിയ വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വചനമാണ്. ദ ലെറ്റർ ഓഫ് സെയിൻറ്റ് പോൾ ടു ദ റോമൻസ്, ചാപ്റ്റർ 10 വേഴ്സ് 17. അതിങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വളരാനായിട്ട് എങ്ങനെ സഹായിക്കും. നമുക്ക് ക്രിസ്തുവിനെ പറ്റി കേൾക്കണം, വചനം വായിക്കണം. ക്രിസ്തുവിനെ പറ്റി കേൾക്കണമെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്ന തീക്ഷ്ണതയോടുകൂടിയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അത് നിറയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദ ഫെയ്ത്ത് കംസ് ഫ്രം what is heard, and what is heard comes from the word of Christ. അതുകൊണ്ട് ആ വിശ്വാസം നമ്മളിൽ ഉണരാൻ നമ്മെ തന്നെ ഒരുക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമല്ലേ, ഇന്ന് ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ നാം ആ പ്രസംഗത്തിൽ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരു ജ്വലനം ഉണ്ടാകുവാൻ, കർത്താവെ എന്നിൽ നിറയണമേ, വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ആമേൻ.